സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ ന്യൂ ടോപ്പിക് അബൌട്ട് ടെറിഡോഫൈറ്റ്. ടെറിഡോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് ഗ്രൂപ്പിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ടെറിഡോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ്, രണ്ട് വേർഡിൽ നിന്നുമാണ് ഈ ടെറിഡോളജി വന്നിട്ടുള്ളത്. ടീറോൺ എന്നും ഫൈറ്റോൺ എന്നും എന്നുള്ള രണ്ട് വേർഡിൽ നിന്നും. ടീറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെദർ എന്നാണ് അർത്ഥം, തൂവൽ പോലെ തോന്നിക്കുന്ന. ഫൈറ്റോൺ മീൻസ് പ്ലാന്റ്സ്. അബൌട്ട് 400 ജെനറ റിപ്പോർട്ടഡ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. സോ ഈ ഒരു പ്ലാന്റ് ഗ്രൂപ്പിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫെദർ ലൈക്ക് അഥവാ ഒരു തൂവൽ പോലെയൊക്കെ തോന്നിക്കുന്ന അപ്പിയറൻസ് ആണ് അവരുടെ ലീഫിനും സംഭവങ്ങൾക്കൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനത്തെ ഒരു പേര് വന്നിട്ടുള്ളത്. സോ ഇവരുടെ പ്രത്യേകത നോക്കുകയാണെന്നുവെച്ചെങ്കിൽ വൺസ് ദേ വേർ അബണ്ടൻറ്റ്, ഒരു എവല്യൂഷണറി ജിയോളജിക്കൽ ടൈം സ്കെയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദെയർ അബണ്ടൻറ്റ് ലക്ഷൂറിയൻ ഗ്രോത്ത് ഡ്യൂറിങ് റിമോട്ട് പാസ്റ്റ്. ആ റിമോട്ട് പാസ്റ്റിൽ അവരുടെ ഒരു അബണ്ടൻറ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. ബട്ട് നൗ ലോട്ട് ഓഫ് മെമ്പേഴ്സ് വേർ എക്സ്റ്റിങ്ക്റ്റ്. ഒരുപാട് മെമ്പേഴ്സ് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയി. ആൻഡ് നൗ ദർ ഈസ് സം ലിവിങ് ജനറാസ്. ആ മാസ് എക്സ്റ്റിങ്ഷനിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ള കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. അവരുടെ പിൻഗാമികളെ കുറിച്ചിട്ടാണ് നമ്മൾ ടെറിഡോഫൈറ്റിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇതൊരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദെയർ ഫീച്ചേഴ്സ്. സോ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഇൻഡിപെൻഡൻറ്റ് gametophytic and sporophytic generation. So in the previous group, bryophytes, you cannot see this feature. You can't see this feature. കാരണം എന്താ? Because sporophyte was dependent on gametophyte for their food and nutrition. But here the condition is little more advanced. That means you can see a separate independent gametophyte and independent sporophyte. So their plant body is sporophytic. Here the trend is shifted towards sporophytic generation. The previous group, it was gametophyte, the dominant phase. But here, from here onwards, you can see the sporophyte is the dominant one. So plant body is sporophytic and is differentiated into root, stem and leaf. Okay, then you can see some annuals to perennials, large trees, etc. in this group. Mostly ഈ ചെങ്കുത്തായിട്ടുള്ള ഏരിയകൾ, മലനിരകളൊക്കെ വെട്ടി നിരത്തിയിട്ടുള്ള ഏരിയകളിലൊക്കെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. മോയ്സ്റ്റ് ഷെയ്ഡി പ്ലേസസ് ആണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കിണറ്റിൻ്റെ വക്കത്തൊക്കെ വളരുന്ന ഒരു ചെടി, അതെടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കയ്യിൻ്റെ ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അതേപോലത്തെ ഒരു ഇംപ്രഷൻ കിട്ടുന്ന രീതിയിൽ ഒരു വെള്ളപ്പൊടി കിട്ടാറുണ്ട് അല്ലേ? അതൊക്കെ ഒരു ടെറിഡോഫൈറ്റ് ആണ്. ആ പൊടി എന്താണെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ദെൻ ഇറ്റ് പ്രിഫേഴ്സ് മോസ്റ്റ്ലി മോയ്സ്റ്റ് ഷെയ്ഡ് പ്ലേസസ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ബട്ട് സം മെമ്പേഴ്സ് ആർ സീറോഫൈറ്റ് എക്സ്ട്രീം സ്കേഴ്സിറ്റി ഓഫ് വാട്ടറിലും ജീവിക്കുന്നവരുണ്ട്. ഇക്യുസീറ്റം ആർവൻസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ സീറോഫൈറ്റിക് ടെറിഡോഫൈറ്റ്. ദെൻ പ്രൈമറി റൂട്ട്സ് ആർ എഫിമറൽ. എഫിമറൽസ് മീൻസ് പ്രൈമറി റൂട്ട് പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകും, അഥവാ ഡ്യൂറിങ് ദെയർ യങ്ങർ സ്റ്റേജ് ദസ് റൂട്ട് ഇസ് മെൻ ഫോർ ദെയർ അബ്സോർപ്ഷൻ ആൻഡ് ന്യൂട്രീഷൻ. ബട്ട് as they mature, this will not be enough to transport food and nutrients. അപ്പോൾ അതുകൊണ്ട് it may be soon replaced by adventitious root. So primary roots are ephemeral and are replaced by adventitious roots. Then ലീവ്സ് എന്ന് പറയുന്നത് മേ ബി സ്കെയിലി ആയിരിക്കാം, സ്കെയിൽ ലീഫ് ആയിരിക്കാം, അഥവാ പ്രൊട്ടക്റ്റീവ് ലീഫ് ആയിരിക്കാം. വലിയൊരു ലാർജ് ആയിട്ടുള്ള ഒരു ഗ്രീനറി ആയിട്ടുള്ള ഒരു സാധനം മേ ബി നമുക്ക് കണ്ടോളണമെന്നില്ല. സ്കെയിൽ ലീവ്സ് ഉണ്ടാവാം. സെസൈലായിരിക്കാം, അഥവാ ഒരു സ്റ്റോക്കൊന്നും ലീഫിന് ഉണ്ടാവില്ല. ചില ലീഫ് ലാർജ് ആയിരിക്കാം, അത് പീറ്റിയോളായിട്ടും നല്ലൊരു സ്റ്റോക്കൊക്കെ ഉള്ള ഒരു ലീഫായിരിക്കാം. മേ ബി പല മെമ്പേഴ്സിലും പല രീതിയിലാണ്. ഇനി ലീഫിനെ ബേസ് ചെയ്തിട്ട് യു ക്യാൻ സീ 2 ടൈപ്സ് ഇൻ under bryophytes. They are microphylous leaf ഉള്ളവരും മെഗാഫില്ലസ് ലീഫ് ഉള്ളവരും.
മൈക്രോഫില്ലസ് ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ സ്മോൾ ലീഫ്, ഒരു സ്മോൾ ആയിട്ടുള്ള ലീഫായിരിക്കും. പക്ഷേ മെഗാഫിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ലീഫായിരിക്കും, വിത്ത് മിഡ്രിബും സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ലാർജ് ലീഫായിരിക്കും മെഗാഫിൽസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റെമ്മിനകത്തൊരു ഫീച്ചർ ഉണ്ട്. സ്റ്റെമ്മിനകത്ത് ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്ന ആ പാർട്ടിൽ നിന്ന് മെയിൻ സ്റ്റെമ്മിൻ്റെ സപ്ലൈയിൽ നിന്നും ഒരു സപ്ലൈ ലീഫിലേക്ക് വരും അല്ലേ. അതിനെയാണ് നിങ്ങൾ ലീഫ് ട്രേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ലീഫ് ട്രേസ് അല്ലെങ്കിൽ ലീഫ് ഗ്യാപ്പ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ആ ലീഫ് ഗ്യാപ്പ് എന്താണ്? മെയിൻ സ്റ്റെമ്മും അതേപോലെ തന്നെ നമ്മുടെ ലീഫിലേക്കുള്ള സപ്ലൈയും നോക്കുമ്പോൾ മെയിൻ സ്റ്റെമ്മിൽ ചെറിയ ബ്രോക്കൺ ഏരിയാസ് ഉണ്ടാകും. അഥവാ ലീഫിലേക്ക് സപ്ലൈ കൊടുക്കാനുള്ള ഇതുപോലത്തെ നിങ്ങൾ അനാട്ടമിയിൽ പഠിച്ചിട്ടുണ്ടാവും മേ ബി, ഇങ്ങനത്തെ ഗ്യാപ്പുകൾ കാണാറുണ്ട് അല്ലേ. മെയിൻ സ്റ്റെമ്മിലെ ബ്രോക്കൺ ഏരിയാസ്, ഈ ഏരിയയിൽ നിന്നുമാണ് എന്ത് പോകുന്നത്? ലീഫിലേക്കുള്ള സപ്ലൈ പോകുന്നത്. സോ ദാറ്റ് ബ്രോക്കൺ ഏരിയാസ് റെപ്രസെൻറ്റ്സ് ലീഫ് ഗ്യാപ്പ്. ദിസ് ലീഫ് ഗ്യാപ്പ് ക്യാൻ ബി സീൻ ഇൻ മെഗാഫില്ലസ് ഫോംസ്. മെഗാഫില്ലസ് ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിനൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ തന്നെ വേണം ഫുഡ് ആൻഡ് ന്യൂട്രിയൻസ് എത്തിച്ചു കൊടുക്കാൻ. അത്ര മനസ്സിലാക്കിയാൽ മതി. സിമ്പിൾ ലീഫ് ആകുമ്പോഴോ എല്ലാവരുടെയും കൂട്ടത്തിലാണ് കഴിഞ്ഞു പോകും. ഇപ്പോൾ ഒരാൾക്ക് ഒരുപാട് ഫുഡ് കഴിക്കണം, ബാക്കിയുള്ളവർക്ക് ഫുഡ് വല്ലാതെ കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ആ കൂട്ടത്തിൽ കുറച്ചൊക്കെ കഴിച്ചു പോകും എന്ന് പറഞ്ഞില്ലേ. അതേപോലെയാണ് ചെറിയ ആളാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളൊരു സപ്പോർട്ടിങ് സിസ്റ്റത്തിൻ്റെ ഒരു ലീഫ് ഗ്യാപ്പ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ലീഫ് ട്രേസിൻ്റെ ആവശ്യം ഇതിനകത്തേക്കില്ല. പക്ഷേ വലിയൊരു ലീഫ് ആകുമ്പോഴോ അത്രയും ഫുഡ് അവിടെ എത്തിക്കണം എല്ലാ ഭാഗത്തേക്കും. അതിന് വേണ്ടിയിട്ട് മെയിൻ സ്റ്റെമ്മ് ബ്രോക്കൺ ചെയ്തിട്ട് ഒരു സെപ്പറേറ്റ് സപ്ലൈ അതിലേക്ക് വരും. സോ ഇറ്റ് വിൽ ഫോം എ ലീഫ് ഗ്യാപ്പ്. മെഗാഫില്ലസ് ഫോംസ് ലീഫ് ഗ്യാപ്പ് പ്രൊഡ്യൂസ് ചെയ്യും, ബട്ട് മൈക്രോഫില്ലസ് ഫോംസിൽ ലീഫ് ഗ്യാപ്പ് കാണാൻ പറ്റില്ല. ദെൻ ദ നെക്സ്റ്റ് വൺ, സ്റ്റെം ഈസ് ബ്രാഞ്ച്. യൂഷ്വലി ഒരു സിംഗിൾ ബ്രാഞ്ച് വരാം, അല്ലെങ്കിൽ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് വരാം. ദെൻ ആംഫിസ്റ്റൊമാറ്റസ് കണ്ടീഷൻ. ലീഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലീഫിൻ്റെ അപ്പർ സൈഡിലും അപ്പർ എപ്പിഡെർമിസിലും സ്റ്റൊമാറ്റ കാണാൻ പറ്റും, ലോവർ എപ്പിഡെർമിസിലും സ്റ്റൊമാറ്റ കാണാൻ പറ്റും. ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് ആംഫി. ആംഫി മീൻസ് ബോത്ത് സൈഡ്, അപ്പറിലും ലോവറിലും സ്റ്റൊമാറ്റ കാണാൻ പറ്റുന്നതിനെയാണ് ആംഫിസ്റ്റൊമാറ്റസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നൗ നെക്സ്റ്റ് നമ്മൾ ഇന്റേണൽ അനാട്ടമി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വാസ്കുലാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെൽ ഡെവലപ്ഡ് ആണ്. ബട്ട് യു കനോട്ട് സീ ദിസ് വെൽ ഡെവലപ്ഡ് വാസ്കുലേച്ചർ ഇൻ ദ പ്രീവിയസ് വൺസ് അല്ലേ. ഏതൊക്കെ? നമ്മളെ ബ്രയോഫൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഫൈക്കോളജിയിലെ ആൽഗ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും യു കനോട്ട് സീ ദിസ് വെൽ ഡെവലപ്ഡ് സ്ട്രക്ചേഴ്സ്. ഒരു മെഡുല്ലെ ആണ് വരുന്നത്, ഒന്ന് സർഗാസത്തിൽ, ഒന്ന് ബാക്കിയുള്ള ഒരു ഗ്രൂപ്പിൽ, നമ്മളുടെ ഷുണേറിയയിൽ അല്ലേ. വാസ്കുലാർ സിസ്റ്റം വെൽ ഡെവലപ്ഡ് ആണ് ഇവിടെ. സൈലോം ഫ്ലോയൊക്കെ വെൽ ഡെവലപ്ഡ് ആണ്. ക്യാമ്പിയം കാണാൻ പറ്റും. യൂഷ്വലി സെക്കൻഡറി ഗ്രോത്ത് ഇസ് ആബ്സെന്റ്. ബട്ട് ഇൻ വൺ മെമ്പർ ഐസോയിഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ വരുന്നവരിൽ സെക്കൻഡറി ഗ്രോത്ത് ഉണ്ട്, കാരണം അവർക്ക് ക്യാമ്പിയം ഉണ്ട്. നോർമലി ക്യാമ്പിയം ആബ്സെൻ്റ് ആണ് വാസ്കുലാർ ബണ്ടിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, വാസ്കുലാർ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യു കനോട്ട് സീ ക്യാമ്പിയം എക്സെപ്റ്റ് ഐസോയിഡ്സിൽ. സോ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ സ്ട്രക്ചേഴ്സ് വിച്ച് ഇസ് ഇന്നർ ടു എൻഡോഡെർമിസ്. എൻഡോഡെർമിസ് റെപ്രസെൻറ്റ്സ് ദ ലാസ്റ്റ് ലെയർ ഓഫ് കോർട്ടെക്സ്. കോർട്ടെക്സിൻ്റെ ലാസ്റ്റ് ലെയർ ആണ് എൻഡോഡെർമിസ്. അതിനകത്തുള്ള പെരിസൈക്കിൾ മുതൽ സൈലോം ഫ്ലോയും വരുന്ന സാധനങ്ങളാണ് സ്റ്റീൽ എന്ന് പറയാം. ആ സ്റ്റീൽ പ്രോട്ടോ സ്റ്റീൽ ഉണ്ട്, സൈഫണോ സ്റ്റീൽ ഉണ്ട്, കുറേ സ്റ്റീലുകളുണ്ട്. ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ലേറ്റർ. ഓക്കെ, സ്റ്റീൽ എന്താണെന്നും അപ്പോൾ നന്നായിട്ട് പറഞ്ഞുതരാം. നെക്സ്റ്റ്, എലമെന്റ്സ് ഓഫ് സൈലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ഓൺലി ട്രക്കീഡ്സ്. വെസൽസ് ആർ ബീങ് ആബ്സെന്റ്. വെസൽസ് ഇല്ല. പക്ഷേ ഫ്ലോയത്തിൻ്റെ എലമെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോയത്തിന് ഫ്ലോയം പാരൻകൈമയുണ്ട്, ഫ്ലോയത്തിന് സീവ് സെൽസും ഉണ്ട്. ഈ രണ്ട് എലമെന്റ്സും പ്രസൻ്റ് ആണ്. പക്ഷേ സൈലത്തിന് ട്രക്കീഡ് മാത്രമേ ഉള്ളൂ. സൈലത്തിന് പാരൻകൈമ ഇല്ല, സൈലം വെസൽസും ഇല്ല. പക്ഷേ എ ഫ്യൂ മെമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ ടെറിസ് വിറ്റേറ്റയ്ക്ക് എന്തുണ്ട്? പൊസസ് വെസൽസ് കാണിക്കുന്നുണ്ട്. യൂഷ്വലി വെസൽസ് ആബ്സെൻ്റ് ആണ്. ഇനി ദേ റീപ്രൊഡ്യൂസ് ബൈ മീൻസ് ഓഫ് സ്പോർസ്. ദേ വിൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്പോർസ് എവിടെ വരിക? യൂഷ്വലി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പോറിനെ ലീഫിൻ്റെ വെൻട്രൽ സൈഡിൽ. അഥവാ ഇതൊരു ലീഫാണെങ്കിൽ, ഇതൊരു കോമ്പൗണ്ട് ലീഫ് വരച്ചതാണ് ഇങ്ങനെ രണ്ട് സൈഡിലേക്കുണ്ടെന്ന് കരുതുക. ഓക്കെ, ആ ലീഫിൻ്റെ താഴ്ഭാഗം നിങ്ങൾ മറ്റേ കിണറ്റിൻ്റെ അവിടെ നിന്ന് കിട്ടുന്ന ചെടിയുടെ താഴ്ഭാഗം വെച്ച് കഴിഞ്ഞാലാണ് ആ പൊടി വരിക അല്ലേ.
അപ്പം ആ ഭാഗത്താണ് അവരുടെ സ്പോർ ഉള്ളത്, അഥവാ വെൻട്രൽ സൈഡിലാണ് ഇവരുടെ സ്പോർ ഉണ്ടാവുക. ലീഫിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ അഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള പല സ്ട്രക്ചേഴ്സും കാണാൻ പറ്റും. ഈ അഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി സ്പൊറാഞ്ചിയ അഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ടാവാം, അല്ലെങ്കിൽ സിംഗിൾ സ്പൊറാഞ്ചിയ ആവാം. ഓക്കെ, മെനി സ്പൊറാഞ്ചിയ അഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള സ്ട്രക്ചറാണ് താഴെ കാണുന്നതെങ്കിൽ അതിനെ സോറൈ എന്നാണ് പറയുക. അല്ലെങ്കിൽ അതർവൈസ് നമ്മൾ എന്ത് പറയാം, സിംഗിൾ സ്പൊറാഞ്ചിയ തന്നെ പറയാം. ഓക്കെ, ഈ സ്പൊറാഞ്ചിയത്തിനകത്ത് എന്തുണ്ട്, സ്പോർസ് ഉണ്ട്. ഈ സ്പോർസ് ഒരുപോലത്തുള്ള സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ട്, വ്യത്യസ്ത ടൈപ്പിലുള്ള സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ട്. ഒരുപോലത്തെ സ്പോർസ് അഥവാ ഒരു സ്പൊറാഞ്ചിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ സ്പൊറാഞ്ചിയക്ക് അല്ലെങ്കിൽ ആ സാക്ക് സ്ട്രക്ചറിനകത്ത് കാണപ്പെടുന്ന സ്പോർസ് എല്ലാം എലൈക്ക് ആണെങ്കിൽ ദെൻ ദാറ്റ് condition is known as homosporous. All spores are alike. If you take the internal features of a sporangia where you can see two types of spores, രണ്ട് types of spores ഉണ്ടെങ്കിൽ, അഥവാ ഒരു സ്പൊറാഞ്ചിയക്കകത്ത് മൈന്യൂട്ട് സ്പോറുകളും ഒരു സ്പൊറാഞ്ചിയത്തിനകത്ത് ലാർജർ സ്പോറുകളും കാണുകയാണെന്നുവെച്ചെങ്കിൽ ഈ കണ്ടീഷനാണ് ഹെറ്ററോസ്പോറസ് കണ്ടീഷൻ എന്ന് പറയാം. അഥവാ ചില സ്പോർസ് ചെറുതും ചില സ്പോർസ് വലുതുമായിരിക്കും. ഈ സ്മോളർ സ്പോർസിനെ മൈക്രോസ്പോർസ് എന്നാണ് അറിയപ്പെടുക, ലാർജർ സ്പോർസിനെ മെഗാസ്പോർസ് എന്നാണ് അറിയപ്പെടുക. ലാർജർ സ്പോർസ്, മൈക്രോസ്പോർസ് ഓൾവേസ് ഡിവൈഡ്സ് ആൻഡ് ഫോം മെയിൽ ഗ്യാമറ്റോഫൈറ്റ്. അതാണ് അത്. ഇപ്പോൾ നിങ്ങളത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കേണ്ട, നമ്മളൊരു ടൈപ്പ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് ഓരോന്ന് പറഞ്ഞുതരാം കേട്ടോ. മെഗാസ്പോർ എന്ന് പറയുന്ന സാധനം ഓൾവേസ് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ്, സ്പൊറാഞ്ചിയത്തിൻ്റെ ഡെവലപ്മെൻറ്റ് മേ ബി ഫ്രം എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഇനീഷ്യൽ നിന്നാണ് സ്പൊറാഞ്ചിയ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെ സ്പൊറാഞ്ചിയേറ്റ് എന്നും, ഇഫ് ദ സ്പൊറാഞ്ചിയ ഡെവലപ്സ് ഫ്രം എ സിംഗിൾ ഇനീഷ്യൽ ദെൻ ഇറ്റ് ഇസ് നോൺ ആസ് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ഡെവലപ്മെൻറ്റ് എന്നും പറയുന്നു. ഇനി അക്വാട്ടിക് സ്പീഷീസിലാണെങ്കിൽ സ്പൊറാഞ്ചിയ വരുന്നത് ഒരു നോർമലി ടെറസ്ട്രിയൽ സ്പീഷീസിൽ ലീഫിൻ്റെ താഴെയാണ് വരുന്നത് അല്ലേ. അക്വാട്ടിക് സ്പീഷീസ് ആണെങ്കിൽ ദേ ആർ ബോൺ ഓൺ എ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് വിച്ച് ആർ നോൺ ആസ് സ്പോറോകാർപ്പ്. ഒരു സ്പോറോകാർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ. അത് നമ്മൾ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്കൊരു സ്പോറോകാർപ്പ് ഉള്ളൊരു ടൈപ്പ് എന്ന് പറയുന്നത് അസോളയിലൊക്കെ സ്പോറോകാർപ്പ് ഉണ്ട്, അതേപോലെ തന്നെ മാർസീലിയ എന്ന് പറഞ്ഞൊരു മെമ്പർ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനില്ല. അതുകൊണ്ട് സ്പോറോകാർപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്വാട്ടിക് ആയിട്ടുള്ള ടെറിഡോഫൈറ്റിൻ്റെ സ്പൊറാഞ്ചിയ ബിയർ ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് സ്പോറോകാർപ്പ് എന്ന് പറയുക. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടഫ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കവറിങ് ഒക്കെ ഉള്ളൊരു സാധനമാണ്. കാരണം സ്പോർസ് എപ്പോഴാണ് ലിബറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം ഉണ്ട്. അപ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഒക്കെ വെച്ചിട്ട് അതിനകത്താണ് ഈ സാധനം ഉള്ളത്. ഓക്കെ, സ്പൊറാഞ്ചിയ ഉണ്ടാവുക, അതിനകത്ത് ഫുള്ള് സ്പൊറാഞ്ചിയകൾ ഉണ്ടാവും. ബോത്ത് മൈക്രോസ്പൊറാഞ്ചി മെഗാസ്പൊറാഞ്ചി ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഒരു ടേമാണ് മൈക്രോസ്പോറോഫിൽ, മെഗാസ്പോറോഫിൽ. എന്താണ് മൈക്രോസ്പോറോഫിൽ, മെഗാസ്പോറോഫിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇത് കാണിക്കുന്നത് ഹെറ്ററോസ്പോറസ് ആയിട്ടുള്ള സ്പീഷീസുകളാണ്, അഥവാ 2 types ഓഫ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളുടെ പ്രത്യേകതയാണ്. ഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫ് എന്നാണ് അർത്ഥം. അപ്പോൾ മൈക്രോസ്പൊറാഞ്ചിയനെ ബിയർ ചെയ്യുന്ന ലീഫാണെങ്കിൽ, ഇതൊരു ലീഫാണെന്ന് കരുതുക. ഈ ലീഫിനകത്തൊരു സ്പൊറാഞ്ചിയ ഉണ്ട്, ഇതിനകത്ത് ഫുള്ള് മൈന്യൂട്ടായിട്ടുള്ള സ്പോറാണെങ്കിൽ ഈ സ്പൊറാഞ്ചിയനെ പറയുന്ന പേരാണ് എന്ത്? മൈക്രോസ്പൊറാഞ്ചിയ. സ്പോറിന് എന്താ പറയുക? മൈക്രോസ്പോർസ്. ലീഫിന് എന്താ പറയുക ഇവിടെ? മൈക്രോസ്പോറോഫിൽ. അപ്പോൾ ഫിൽ, സ്പൊറാഞ്ചിയ ആൻഡ് സ്പോർസ്. ഇനി ഇതിനകത്തുള്ള സ്പോർസ് എന്ന് പറയുന്നത് ലാർജർ ആണെങ്കിലോ, ബിഗ്ഗർ ആയിട്ടുള്ള സൈസുള്ള സാധനങ്ങളാണെങ്കിലോ സ്പോറിൻ്റെ പേര് മെഗാസ്പോർ എന്നാവും, സ്പൊറാഞ്ചിയുടെ പേര് മെഗാസ്പൊറാഞ്ചിയ എന്നാകും, ലീഫിൻ്റെ പേര് മെഗാസ്പോറോഫിൽ എന്നാവും. ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്ന് മാത്രം മതി. ഒരു ടൈപ്പ് പഠിക്കുമ്പോൾ അഥവാ സെലാജിനെല്ലാം പഠിക്കുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ കൃത്യമാവും. ഓക്കെ.